നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുള്ള ന്യൂ ഇയർ ആണ് ഇത്തവണ. വേറൊന്നുമല്ല, പനി പിടിച്ചു. പനിയൊക്കെ പിടിച്ച് ആകെ വല്ലാതിരുന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് പനി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നെറ്റ്. ഇത് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുന്നതാണ്. ഫ്രൂട്ട്സ് മാത്രമല്ല, വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുമ്പോഴും ചില കടയിൽ നിന്നൊക്കെ ഈ സാധനം കിട്ടാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡും വൈറ്റും ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ വണ്ണം കുറഞ്ഞ കമ്പി ഉണ്ടല്ലോ, ഇത് ഞാൻ നേരത്തെ വാങ്ങി വെച്ചിരുന്നതാണ്. ഒരെണ്ണത്തിന് 1 രൂപ എന്തോ ആണ് വില വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ കളറിലെ ടേപ്പാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഗ്രീൻ കളറിലെ A4 സൈസ് പേപ്പറോ ക്രീപ്പ് പേപ്പറോ ഏത് വേണമെങ്കിലും എടുക്കാം. സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇതുപോലുള്ള നെറ്റ് കിട്ടുമായിരുന്നെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അന്ന് എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ. ഇതിപ്പോൾ പനി വന്നപ്പോഴത്തേക്കുമാണ് ഇങ്ങനൊരു ഐഡിയ, വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റ് നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡ് പോർഷനിൽ ഒരു ഇച്ചിരി തുമ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇത് കണ്ടോ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നമ്മുടെ ആ നൂൽക്കമ്പി വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ കത്രിക വെച്ച് മുറിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിങ്ങനെ കറക്റ്റ് അളവോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള നെറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഇങ്ങനെ ഇട്ടിട്ട് അത് നമ്മൾ കമ്പി വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. പിന്നെ പ്ലെയർ വല്ലതും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്താൽ മതി. അത് കൈവച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ കമ്പി വെച്ച് ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് കൂടുതലുള്ള പോർഷൻ നമ്മൾ ഒന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഒരു പോർഷൻ നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ, നമ്മൾ എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നൊരു ലെവലാക്കി ഒന്ന് കൈ കൊണ്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നമ്മൾ ട്വിസ്റ്റ് ചെയ്താൽ വെച്ചിരിക്കുന്ന എല്ലാം നെറ്റിൻ്റെ എല്ലാ പോർഷനും കൂടി ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് നമ്മുടെ ഗ്രീൻ കളറിലെ ടേപ്പ് ആ മുകളിൽ ഒന്ന് ചുറ്റി കൊടുക്കുക. അതാകുമ്പോൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ വിടർന്നു പോവാതെ ഇച്ചിരി കുറച്ച് മാത്രം വിടർന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. നമ്മുടെ ഈ ഫ്ലവറിന് അങ്ങനെ പ്രത്യേകം ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുന്നതിന് ഒരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഈ നെറ്റിൻ്റെയും കൂടെ ഒരു രീതി വെച്ചിട്ടാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലെയറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു എളുപ്പം എന്നുള്ളൊരു രീതിക്ക് പ്ലെയർ വെച്ചിട്ടൊന്ന് അടുപ്പിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു 5-6 ഫ്ലവർ ഞാനത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല കാഴ്ചയിൽ അത് നമുക്ക് അത് ഈ നെറ്റ് കാണുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷെ ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ ഒരു 6 എണ്ണം, അതായത് ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ വരുന്ന 6 ഫ്ലവേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു നെറ്റ് വെച്ച് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അത് ഞാൻ ചെയ്യുന്നത് അതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ കളറിലെ ടേപ്പ് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോറി കേട്ടോ, 6 അല്ല, അത് 8 ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ഒരേ നെറ്റിനകത്തു നിന്ന് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു നെറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു 8 ഫ്ലവേഴ്സും ഒരെണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ചെറിയ ഫ്ലവറും പിന്നെ നമുക്ക് ഇച്ചിരി വലുതായിട്ടും കൂടി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതും ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു നെറ്റ് വെച്ചിട്ട് മാക്സിമം ഫ്ലവേഴ്സ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ചാനലിനെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കുക. കാരണം നിങ്ങൾ തരുന്ന കമൻസ് ഒക്കെ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്തിട്ടൊക്കെ ഉള്ള ഓരോ വർക്കുകളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നേരത്തെ നമ്മൾ കലണ്ടർ ചെയ്ത വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ
നമുക്ക് എന്താണ് ടേബിളിൽ വെക്കുന്ന കലണ്ടർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഉടനെ വരും. ഈ ഇടയ്ക്ക് വയ്യാതെ വന്നപ്പോഴത്തേക്കും ഒന്ന് ഡിലേ ആയതാണ്. അപ്പോൾ അതും കൂടി ഞാൻ എന്തായാലും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക് എല്ലാം നിങ്ങളും കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് എല്ലാം ഈ രീതിയിൽ കറക്റ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ടേപ്പ് വെച്ച് തന്നെ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടേതായ ഐഡിയാസിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഈ രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലവറിൻ്റെ ലുക്ക് വരുന്നത്, ഫൈനൽ ലുക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിത് അതായത് ഇതേ നെറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു മോഡൽ, വേറൊരു മോഡലിൽ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇനി ആ ഫ്ലവറാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ സെയിം നെറ്റ് തന്നെയാണ് ഈ ഫ്ലവറിനും എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവേഴ്സിൻ്റെ അത്രയും ചെറുതായിട്ടല്ല, ഇത് കുറച്ച് വലുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിനും പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്ന ഒരു നീളത്തിന് ഇനി ഒരു 6-8 സെൻറ്റിമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഞാനിതിന് അളന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ ഒരു നീളം അത്രേ ഉള്ളൂ അതിന്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ 4 ഒരേ നീളത്തിൽ കട്ട് ചെയ്തത് 4 എടുത്തിട്ടുണ്ട്. 4 5 ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം നെറ്റ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഈ നെറ്റ് എത്രയും കൂടുതൽ എടുക്കുന്നോ അത്രയും വലിപ്പമുള്ള തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെയും ആ മിഡിൽ പോർഷൻ നോക്കിയിട്ട് നമ്മുടെ നൂൽക്കമ്പി, നമ്മൾ നേരത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത അതേ സെയിം നൂൽക്കമ്പി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതിൻ്റെ മിഡിൽ പോർഷൻ വെച്ച് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ നൂൽക്കമ്പിക്ക് കുറച്ച് ശരിക്കും തിന്നായതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിങ്ങനെ ഒരു 2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 ആയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതിന് വണ്ണം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഇതിന് ഒട്ടും വണ്ണം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് 2 ആയിട്ട് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പി വെച്ചത് നല്ല സെക്യൂറായിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ച് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ നെറ്റ് ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂടിയിരിക്കും. അപ്പോൾ അതൊന്ന് കൈ വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ അത് നല്ല കറക്റ്റ് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു മിഡിൽ പോർഷനിൽ നമുക്കൊരു മുത്ത് ഒട്ടിച്ചു കൊടുക്കണം. അത് ഏതെങ്കിലും ഒരു കളറിൽ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നെറ്റ് റെഡ് ആയതുകൊണ്ട് ആ റെഡുമായിട്ട് സ്യൂട്ടാവുന്ന ഏതെങ്കിലും ഒരു മുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ B7000 എന്ന് പറയുന്ന ഗമ്മാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഞാനിവിടെ നമ്മുടെ ഗോൾഡൻ കളറിലെ ഒരു ബീഡ് എടുത്തിട്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വർക്കാണിത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളറിലെ നെറ്റ് വെച്ചിട്ടും ഞാൻ സെയിം ഇതേ രീതിയിൽ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വൈറ്റും നമ്മുടെ ഈ റെഡും ഫ്ലവേഴ്സ് എല്ലാം കൂടി ഒന്നിച്ച് നേരത്തെ ചെയ്ത പോലെ ഒന്നിച്ചൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ നെറ്റ് കിട്ടിയാൽ കളയരുത്. നമുക്ക് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള വർക്കൊക്കെ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മളത് ഈ പൂക്കളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത നമ്മുടെ ഗ്രീൻ കളറിലെ ടേപ്പ് വെച്ച് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു. താങ്ക്